ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുടിയിരിക്കലിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ട് ആണ് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ കമ്പികളും ഒന്ന് തുടച്ചെടുക്കുകയാണ്. നീയക്കുട്ടിയും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓൾക്ക് വേറൊരു കഷ്ണം കൊടുത്തേക്കാണ്. അപ്പോൾ ഈ കബോർഡിലുള്ള പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനാണ് ഓക്കിൻ്റെ പണികൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ സുബൈ സ്കെച്ചിനീൻ്റെ തലേന്ന് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ ചെയ്തതാണ്. നമ്മൾ വിചാരിച്ച മാതിരി എല്ലാ പണികളും ഒറ്റയടിക്കൊന്നും നടക്കില്ല. കാരണം പണിക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ പല ചൊറകളും സൊയലുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ആകെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മളെ സുബഹിസ്കാരം കഴിഞ്ഞ പാടനെ നമുക്ക് കുറേശ്ശെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പിറ്റേ ദിവസം 2 ദിവസത്തെ ക്ലിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ജനലുകളൊക്കെ ഒന്ന് തോത്തി തുടച്ച്, പിന്നെ ഇവിടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തോത്തി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിച്ചണിൻ്റെ എന്താ പറയുക, ഈ ഒരു കബോർഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഈ കബോർഡിൽ ടൈല് ഒട്ടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓല്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈൽ ഒട്ടിച്ച് തരികയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ എണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയാലൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ സുഖിക്കാറല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കിച്ചണിൻ്റെ സിങ്കൊക്കെ ഒന്ന് തുടച്ചെടുക്കണേ. കിച്ചണിൻ്റെ സിങ്കിലൊക്കെ പെയിൻ്റ് അടിച്ചപ്പോൾ പോയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഞാൻ തോത്തി തുടച്ച് വൃത്തിയൊക്കെ എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് നനച്ചൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ഈ നനച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു പരിക്കന് അടിച്ചല്ലോ, അത് കഴിഞ്ഞ് 2 ദിവസം നനച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ 3ാമത്തെ ദിവസമായപ്പോഴത്തേന് നമ്മൾ 3ാമത്തെ ദിവസമാണ് സുബഹിസ്കാരം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ സുബഹി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അന്നാണ് കേട്ടോ കുപ്പികളും കാര്യങ്ങളൊക്കെ കേകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിയമോളും അജുവൊക്കെ രാവിലെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മദ്രസക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സമയം എൻ്റെ കൂടെ സഹായിച്ചു തരാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഞാൻ രാവിലെ ഒരു 7 മണി ഒക്കെ ആയ സമയത്ത് തന്നെ ഇറങ്ങിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ കുപ്പി ചില്ലിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ, ബോട്ടിലുകൾ. അപ്പോൾ അതൊക്കെ ജനുമോന് കൂടിയാൽ ചിലപ്പോൾ ആകപ്പാടെ പണിയാവും. അപ്പോൾ ഓന് എണീക്കുന്നതിന് മുന്നേ ഞാനതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ഒന്ന് കൗത്തി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ഉണങ്ങിയാൽ നമുക്കിങ്ങനെ മെല്ലെ കബോർഡൊക്കെ എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു തല ഇങ്ങനെ കേകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീമോളും മജൊക്കെ എന്നെ ആ കുപ്പികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാനും ഒക്കെ സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ കുറേ ആളുകൾ, ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിഡ് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഏതായാലും അത് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് തുടച്ചിട്ട് ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നോട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുപ്പികളൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഒക്കെ അപ്ലോഡാക്കി വന്നപ്പോഴേക്കും അതിൻ്റെ റിട്ടേൺ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 220 രൂപക്ക് 6 സെറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. അപ്പം തോന്നി ഇനിയിപ്പോൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്തുകൊണ്ട് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനം. പിന്നെ ഞാനിവിടെ അടുത്ത് ഒരാൾ ഇതേപോലെ ഈ കുപ്പികൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുവരെ 1 വർഷത്തിലേറെ ആൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതുവരെ തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഒരു ബോട്ടിലിൽ ഇങ്ങനെ പുളിയൊക്കെ ഇട്ട് വെച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് മാത്രം തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ അത്ര പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കുന്നുണ്ടാവില്ലായിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കുപ്പികളൊക്കെ വാങ്ങിയത് മീഷോന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം അജു ഇപ്പോൾ ഞാൻ വെച്ച അടപ്പ് ഇല്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ വെയിലൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയല്ലോ. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഉഷാറായിട്ട് എറിയുന്നത് കേട്ടോ. എറിയല്ല, അത് ജനുമോനുടെ മുന്നേ വേഗം പണി തീർക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ അതും ഞാൻ പുതിയ വീട്ടിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു നമ്മളെ കാർഡ്ബോർഡ് ബോക്സിൽ തന്നെ പൊതിഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ചതേനി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഷോപ്പിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ. നമുക്ക് ഒരു ഡെക്കോറേറ്റമായൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് ഓടും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുക്കളയിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അന്ന് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 2-3 മാസമൊക്കെ ആയി കേട്ടോ. കാരണം മീഷോന്നൊക്കെ ആകുമ്പോൾ അത് നമുക്ക് പിന്നെ റിട്ടേൺ ചെയ്യേണ്ടി വരും, പിന്നെയും വരേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ 2 മാസം മുമ്പ് തന്നെ ബോട്ടിലുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഞാൻ ഈ തുറക്കണതൊക്കെ. അത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ. നമുക്ക് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലുള്ളത് ഇത് ചപ്പാത്തിയൊക്കെ പരത്തണ ആ ഒരു സാധനമല്ലേ, ആ സാധനം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തൽക്കാലം ചപ്പാത്തിയും പത്തിരിയൊന്നും പരത്തുന്നില്ല, വേഗം എല്ലാം അത് കവറിൽ തന്നെ ഇട്ട് പാത്തേക്കാം. പിന്നെ നമുക്ക് എപ്പോഴേലൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അതിന് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിങ്ക് സ്റ്റെയർ, സിങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് പച്ചക്കറികളോ അങ്ങനെയൊക്കെ കഴുകാനോ ഫ്രൂട്ട്സുകളൊക്കെ കഴുകാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മറ്റേ ഇത് നമ്മുടെ സിങ്കിൻ്റെ കൂടെ തന്നെ വാങ്ങിയപ്പോൾ ഇത് ഫ്രീ കിട്ടിയതാണെന്ന് സുരാജ് പറയില്ലേ, അതുപോലെ അത് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതേനി കേട്ടോ. അപ്പോൾ അത് ആണത്. ഇത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് നമ്മുടെ ആ ഒരു ഷോപ്പിൻ്റെ സ്ട്രെയിനറാണ് കേട്ടോ. അത് ഞാനിപ്പോൾ താൽക്കാലികം ഒക്കെ ഒന്ന് മേലക്കൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഫുള്ള് നമുക്ക് അതിന്ന് ഷെഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റണം കേട്ടോ. നാളെ സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഷെഡ് പൊളിക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിചാരിക്കണത് കേട്ടോ. പിന്നെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, കിച്ചണിൻ്റെ ആ ഒരു ജനലിൻ്റെ ഭാഗത്ത്. അപ്പം കാണാൻ നല്ലൊരു അടിപൊളി ഡെക്കോറേറ്റും ആവുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഞാൻ രാവിലെ കുറച്ച് നേരത്തെ പണി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുപ്പികളൊക്കെ കഴുകി വെക്കുക, അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ തുറക്കൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം അടുപ്പത്ത് ചോറൊക്കെ വെച്ച് അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ എളുപ്പം പണികളാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചായിട്ടുള്ള ക്ലിപ്പുകൾ എടുത്തത് ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നരാടുന്ന വീഡിയോ 2-3 ദിവസമൊക്കെ ഡിലേ വരുന്നുണ്ടല്ലേ. ഒരുപാട് തിരക്കും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ കാണുമ്പോൾ. അങ്ങനെ ഞാൻ മീൻകറിയും ഒക്കെ സെറ്റപ്പാക്കി പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ബീഫാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പാലുകാച്ചലാണ്, സുബഹി നിസ്കാരമാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പെരയിൽ വന്നിട്ട് നമ്മൾ രാവിലെ കഴുകി വെച്ച കുപ്പികളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇനി ഉണങ്ങാത്ത വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാനിത് അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ 2 ദിവസം നനച്ചതൊക്കെ ഇനിയല്ലോ, അപ്പോൾ പിന്നെ തുടച്ച് എടുക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തെ മറൊക്കെ ഇങ്ങനെ ഉമ്മ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കട്ടില ഒക്കെ ചിരിച്ചിട്ടിരിക്കണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പുതിയ വീട്ടിൽ ഇങ്ങനെ കയറ്റാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുട്ടിൻ്റെ പെങ്ങന്മാരും നാത്തും മുത്തച്ചികൾ. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പത്തിരിപ്പണിയൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ നാത്തൂന് പോയിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതല്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്ത് ഇതാക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ മട്ടത്തിനെല്ലാതും എടുത്ത് അങ്ങനെ ഒരു രീതിയിലൊക്കെ പറ്റുമല്ലോ. പക്ഷെ കുറേ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ എല്ലാവരും ആൾ കൂടുമ്പോൾ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കലില്ല കേട്ടോ. പിന്നെ ഇത് നാത്തൂന് ഒക്കെ പോയി എടുത്ത് തന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അയൽവക്കത്തിലെ ആളെ വകയായിരുന്നു ഫാന്. അപ്പം അത് കൊണ്ടുവന്ന് തന്നപ്പോൾ അത് വയറിങ്ങിൻ്റെ ആൾ വന്ന സമയത്ത് അതും കൂടെ ഫിറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോറി, ഉറക്കം വരുന്നുണ്ടേന് വൈകുന്നേരം രാത്രിക്കാണ് കേട്ടോ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടില ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നാളെ സുബഹി
കഴിഞ്ഞാൽ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ താത്താരും ഒക്കെ കൂടിയിട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുബഹി നിസ്കാരത്തിൻ്റെ വിശേഷങ്ങൾ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും എടുത്ത വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ. ഒരുപാട് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളത് തട്ടിയൊപ്പിച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ വരുന്നത് കേട്ടോ. മറ്റേത് ഞാൻ എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ കുറേശ്ശെ എഡിറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. നിങ്ങൾ കാത്തിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും വരും കേട്ടോ. പിന്നെ കമൻസ് ഒന്നും നോക്കാനുള്ള സമയം കിട്ടലില്ല കേട്ടോ. ഇന്നലെ ഉമ്മയായിട്ട് കമൻസ് വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ. ഉമ്മ ഇങ്ങനെ വായിച്ച് തന്നിട്ടുണ്ടേനി കേട്ടോ. വായിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടേനി. അപ്പോഴാണ് ഞാനും കമൻ്റ് ഒന്ന് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾ കാത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.